പീക്ക് എൽവി ഇത് കേറപ്പ നിനക്ക് എന്താ ഓർമ്മ? ആക്ച്വലി എനിക്ക് ഞങ്ങൾക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഞങ്ങൾ നേത്രാവതി പോയതാണ്. നേത്രാവതി പീക്കിലേക്ക് നമ്മൾ അവസാനം ഇങ്ങനെ ഒരു കുത്തനൊരു കയറ്റത്തിലേക്ക് ഇങ്ങനെ കയറി പോകും. കറക്റ്റ് അതുപോലെ സെയിം ഫീൽ തന്നെ. ഇന്നിപ്പോ നമ്മൾ ട്രക്കിങ്ങിനായിട്ട് വന്നേക്കാണ്. കാസർഗോഡ് റാണിപുരത്തായിട്ട് നമ്മൾ ട്രക്കിങ്ങിന് വന്നേക്കണത്. നീ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ. നിങ്ങളപ്പോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഇതത്ര വലിയ ഭീകരമായ ട്രക്കൊന്നുമല്ല, സിമ്പിൾ ആയിട്ടൊരു ട്രക്കിംഗ്. മാനത്തുയരണു മലരണു ഇടയിട വിട്ട് ജസ്റ്റ് കുറച്ച് നടന്നോളൂ ഇവിടെ. അപ്പൊ തന്നെ നമ്മള് ഇങ്ങനത്തെ ഒരു സ്പോട്ട് എത്തി. ഞങ്ങള് കഴിഞ്ഞു ഷട്ടപ്പട്ടേന്ന് പറഞ്ഞ കാലാവസ്ഥ മാറിയിട്ടോ. അപ്പൊ വെയിലൊന്നും തുടങ്ങി. നിങ്ങൾ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഇവിടെ ട്രക്ക് ചെയ്യാൻ വരണമെങ്കിൽ അതായത് വൈകിട്ട് 3 മണിക്ക് മുന്നേ എത്തണം. ഞങ്ങൾ ജസ്റ്റ് മിസ്സായിരുന്നു. 2 കാലമായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. 3 മണി കഴിഞ്ഞാൽ പിന്നെ അവര് എൻട്രി നമുക്ക് തരില്ല. 5 മണിക്കുള്ളിൽ തിരിച്ചെത്താനാണ് പറഞ്ഞേക്കണത്. വാടി തളരണു വളരണു ഇടയിട വിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഞങ്ങൾ മഴയൊക്കെ പെയ്ത് ആകെ ശോകമാണെന്ന് വിചാരിച്ചത്. വേലിടക്ക് വന്ന് പോയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചേട്ട കയറി പോയിട്ട് എനിക്ക് കാണാൻ പോലും പറ്റുള്ളൂ. എവിടെ ഒരു നിഴല് നമ്മൾ വന്ന പോലെ അല്ലട്ടാ, വഴികളൊന്നും കാണാനോട് പറ്റുള്ള. നമുക്ക് ഈ സ്പീഡ് പാക്കണം. കാരണം വെച്ചാൽ നമുക്ക് 4:30 താഴെ എത്തണം. അവിടെ നിന്ന് ഒരു ബസ് ഉണ്ട്. ആ ബസ് പോയാൽ പിന്നെ നമുക്ക് ഓട്ടോ പിടിച്ചു വണ്ടി പോവാൻ. ശരിയായ കാറ്റാട്ടോ. മങ്ങണവാവും മാറി 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 മാറി. ഫൈനൽ ഗൈസ്, നമ്മൾ അങ്ങനെ ടോപ്പിലെത്തി. കോടയാട്ടാ, ഒരു രക്ഷയില്ല. ഫുൾ കോട, ചെറിയ ചാറ്റൽ മഴ. സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത സീരീസിൽ കാണാം.